എന്തൊക്കെയാണ് അടിപൊളിയായിട്ട് പോകും. അല്ല ജിംഖാന എപ്പോഴും സംസാരിക്കുകയാണെങ്കിലും നമ്മൾ ബിസിനസ് സംസാരിച്ച് വേഗം അവിടുന്ന് പിരിയാൻ ഭയങ്കരമായിട്ട് വിശദമായിട്ട് സംസാരിക്കാൻ വിചാരിച്ചിരുന്നു. തീർച്ചയായിട്ടും അനിൽ പറഞ്ഞോ, നമ്മൾ കോൺട്രാക്ട് സൈൻ ചെയ്യുന്ന സമയത്ത് റോയൽ ഡ്രൈവായിട്ടുള്ള അസോസിയേഷൻ്റെ കോൺട്രാക്ട് സൈൻ ചെയ്യുന്ന സമയത്ത് ജിംക്ക് ഒരു ചോദ്യം ചോദിച്ചു, ഓർമ്മയുണ്ട് അനിൽ? അത് ഓർമ്മയുണ്ട് എന്നുള്ളത് മാത്രമല്ല, നമ്മൾ ആ ഒരു ചോദ്യത്തെ പറ്റി പലപ്പോഴും സംസാരിച്ചിട്ടുമുണ്ട്. ജിംക്കാണ് നമ്മളോട് ചോദിച്ചത്, സൈൻ ചെയ്യുന്ന സമയത്ത് പ്രീവിയസ് എക്സ്പീരിയൻസ് വെച്ചിട്ട് പല ഏജൻസികളും അതിൻ്റെ എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർ വന്ന് ഈ കോൺട്രാക്ട് സൈൻ ചെയ്ത് പോകും. അതിനുശേഷം വേറെ ജൂനിയർ ആയിട്ടുള്ള ടീമുകളായിരിക്കും പലപ്പോഴും ക്ലയൻറ്റിനെ ഹാൻഡിൽ ചെയ്യുക എന്നുള്ളതാണ്. ജിംക്കൊക്കെ അത് ഓർമ്മയുണ്ടോ? തീർച്ചയായിട്ടും. എന്താ വെച്ചാൽ ഈ മേഖലയിൽ ഇതിൻ്റെ ഒരു ഓൺട്രപ്രണർ എന്നുള്ളത് അതിൽ എക്സ്പേർട്ടായിരിക്കും. അപ്പോൾ അദ്ദേഹം വന്ന് നമ്മളോട് പറയുന്നത് നമുക്ക് ഇങ്ങനെ ചെയ്യാം ഭയങ്കര ഐഡിയകളൊക്കെ നമ്മളോട് ഷെയർ ചെയ്യും. അപ്പോൾ നമ്മൾ ഒബിയസ്ലി ക്ലോസ് ആയി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ പണി ക്ലോസ് ചെയ്യൽ മാത്രമാണ്. അടുത്തൊക്കെ കസ്റ്റമറെ തേടി ഇറങ്ങും. ഇതിൽ നമ്മുടെ സ്ട്രാറ്റജിയിലോ അല്ലെങ്കിൽ നമ്മുടെ കാര്യത്തിലോ വർക്ക് ചെയ്യാൻ ടൈം ഉണ്ടാവില്ല. പിന്നെ ഏതെങ്കിലും ഒരു പെൺകുട്ടി വിളിക്കും, സാറേ അതിങ്ങനെ ഇവരോട് നമ്മൾ കമ്മ്യൂണിക്കേഷൻ ചെയ്താൽ ആദ്യം ചെയ്ത ആളോടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഒരു വേവ് ലെങ്ത് നമുക്ക് കിട്ടൂല. അപ്പോൾ അങ്ങനെ ഞാൻ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഈ WHSC ബന്ധപ്പെടുന്നത്. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ട് എൻ്റെ പെയിനാണല്ലോ ഞാൻ ആദ്യം പറയാം. സാജിദ് ഭായി വന്ന് വളരെ വിശദമായിട്ട് എന്നോട് ഡിസ്കസ് ചെയ്തു. അപ്പോൾ നമ്മൾ അനിൽജി ഉണ്ടായിരുന്നുകൊണ്ട് അല്ലേ, നിങ്ങൾ രണ്ടുപേരും കൂടിയാണ് വന്നത്? അതെ. അപ്പോൾ അങ്ങനെ ഡിസ്കഷൻ കഴിഞ്ഞ് ഞാൻ ആ സൈൻ ചെയ്യുന്ന നേരത്ത് ചോദിച്ചതാണ്. കാരണം നിങ്ങളുടെ രണ്ടാളുടെ എക്സ്പെർട്ടൈസ് അതെനിക്കും ബോധ്യപ്പെട്ടു. പക്ഷേ ഇവിടുന്ന് അങ്ങോട്ട് എൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഈ എക്സ്പെർട്ടൈസ് കിട്ടുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ആദ്യം. അപ്പോൾ അതായത് സാജിദ് ഭായിനോട് ചോദിച്ചു തന്ന് ഈ സൈൻ ചെയ്യണോട് കൂടി നിങ്ങൾ രണ്ടാൾ അപ്രത്യക്ഷമാവോ? അതോ ഈ ചോദ്യം പറയുന്ന സമയത്ത് ഇതെന്താ തിരിച്ച് നമുക്ക് ചോദിക്കാനുള്ളത്, എന്തായാലും ഇത്രയും വർഷമുള്ള ജിംക്കയുടെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഫിനിക്സ് കോളേജ് അസോസിയേറ്റ്സ്? തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഈ പറഞ്ഞ ഇനി ഒരു സ്റ്റെപ്പ് ഡെലിഗേറ്റ് ചെയ്യുകയാണെങ്കിലും നിങ്ങളുടെ അതേ വേവ് ലെങ്ത്തുള്ള ആളുകൾക്കാണ് ഡെലിഗേറ്റ് ചെയ്യുന്നത്. ഒരിക്കലും അല്ലാതെ ഒരു മാർക്കറ്റിങ്ങിൻ്റെ ബാലപാഠം മാത്രം അറിയുന്ന ആളുകളോടല്ല. നിങ്ങളുടെ ടീം നല്ല ടീമായതുകൊണ്ട് തന്നെ നമുക്ക് ആ കമ്മ്യൂണിക്കേഷൻ വളരെ നന്നായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അതെന്തായാലും ഇത്രയും കാലത്തെ അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ചുള്ള യാത്രയിൽ ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. എനിക്ക് ഏറ്റവും സന്തോഷം അല്ലെങ്കിൽ നിങ്ങളുടെ കൺസിസ്റ്റൻസിയാണ്. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ പലരും നമ്മുടെ അടുത്ത് വന്ന് അപ്രോച്ച് ചെയ്യുമ്പോഴും അതിൽ ഡെലിവറി ചിലപ്പോൾ ക്വാളിറ്റി ഉണ്ടാവും, പക്ഷേ പറഞ്ഞ സമയത്തിന് ഞാൻ എപ്പോഴും ഫോട്ടോഗ്രാഫർമാരെ ഞാൻ ചിന്തിക്കുന്നത് 2016 ഞാൻ വീട് കൂടിയിരുന്നിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഇന്ന് വരെ എൻ്റെ ഫോട്ടോ എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം അതാണ് ഈ മേഖലയുടെ അവസ്ഥ. അതായത് 2016 അതിന്ന് എൻ്റെ ഗ്രാൻഡ് മ ഇപ്പോൾ മരിച്ചുപോയി. അപ്പോൾ അവരെ ഫോട്ടോ കുറച്ച് എനിക്ക് വേണമുണ്ടായിരുന്നു. അന്ന് ആ പ്രോഗ്രാമിലുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ ഇവനെ വിളിക്കും, എടാ എനിക്ക് ഇനി ഫോട്ടോ ഒന്ന് വേണം. അപ്പോൾ അത് മാത്രം എഡിറ്റ് ചെയ്ത് അയച്ചിരുന്നു. ഇത്രയും തിരക്കുള്ള ഒരു ഡെലിവറി ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരവസ്ഥയിലാണ് ഈ ഒരു മേഖല കടന്നു വന്നത്. അതിന് വളരെ വ്യത്യസ്തമായിട്ടാണ് എനിക്ക് നിങ്ങളെ തീർച്ചയായിട്ടും അത് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ എടുത്തു പറയുന്നത്. അതിൽ വേറൊരു കേസ് എനിക്ക് ചോദിക്കാനുള്ളത്, റോയൽ ഡ്രൈവ് ഒരു ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയാണ്. അതിൽ ആ ഒരു ഇൻഡസ്ട്രി കൺസിഡർ ചെയ്യുന്ന സമയത്ത് വേൾഡ് ഹാപ്പിനെസ് കോഡിൻ്റെ ഭാഗത്തു നിന്ന് എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു എക്സ്പീരിയൻസ്? ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ ടീമിനെ ഞാൻ പഠിച്ചു. അത് ഒബിയസ്ലി നമ്മൾ കരാർ ചെയ്യുമ്പോൾ ആ ടീമിനെ പഠിക്കും. അപ്പോൾ അനിൽജിൻ്റെ പ്രീവിയസ് എക്സ്പീരിയൻസ് ലെക്സസ് പോലെയുള്ള ഒരുപാട് ഓട്ടോമൊബൈൽ ബ്രാൻഡുകൾ വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ നിങ്ങൾ ബാക്കിയുള്ള ടീമുകളിലൊക്കെ ഓരോരുത്തരും അവരുടെ മേഖലയിൽ അല്ലെങ്കിൽ വ്യത്യസ്തമായ മേഖലയിൽ എക്സ്പെർട്ടൈസ് ആയ ആളുകളെ ഒരു കോർ ടീം നിങ്ങൾ സെറ്റ് ചെയ്തു എന്നുള്ളതാണ് എനിക്ക് നിങ്ങളുടെ ആ ഒരു ഇതിനോട് എനിക്ക് ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ വരാൻ കാരണം. അപ്പോൾ അതുപോലെ നിങ്ങളുടെ പ്രീവിയസ് വർക്കുകൾ നമ്മൾ നോക്കി. അപ്പോൾ എല്ലാ മേഖലയിലും ഒരു മാന്യമായ രീതിയിലുള്ള ഡെലിവറി ഉണ്ട് എന്നുള്ള കൺസെപ്റ്റ് തന്നെയാണ് ഞാനത്. ഇതിൽ ഞങ്ങൾ പലപ്പോഴും ചിന്തിക്കാറുള്ളത്, ഒരു ക്ലയൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറ്, കാരണം നമ്മൾ സെയിൽസ് പിച്ചിന് പോകുന്ന സമയത്ത് നേരത്തെ ജിംക്ക പറഞ്ഞതുപോലെ സെയിൽസ് പിച്ചിന് പോകുന്ന സമയത്ത് നല്ല നോളജുള്ള ആളായിരിക്കും. ഇതേ ഒരു സർവീസ് തന്നെ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് നമ്മൾ ഒരു ക്ലയൻറ്റിന് കൊടുക്കുന്ന സമയത്ത്, സെർവ് ചെയ്യുന്ന സമയത്ത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ക്ലയൻറ്റ് കഴിഞ്ഞു അടുത്ത ക്ലയൻറ്റ് ലൂസ് ചെയ്ത് അടുത്ത ക്ലയൻറ്റിലേക്ക് പിച്ചിന് പോകുന്നതിന് പകരമായിട്ട് നമുക്ക് നിലവിലുള്ള ക്ലയൻസിനെ റീറ്റെയിൻ ചെയ്താൽ മതി.
അതേ ക്ലയൻസ് തന്നെ മുജിബ് ഖാനെ നമുക്ക് എത്രയോ ക്ലയൻസ് നമുക്ക് റെഫർ ചെയ്യുന്നത് ഇങ്ങനെ തന്നെ തന്നിട്ടുള്ളതാണ്. അപ്പോൾ ഒരു സർവീസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇല്ല ഇഷ്ടംപോലെ എനിക്ക് തന്നെ ഓർമ്മയുണ്ട് പല ക്ലയൻസിൻ്റെയും. ഈ ഒരു കാര്യം നമ്മൾ ഡയറക്ടേഴ്സ് എല്ലാവരും വളരെയധികം സ്ട്രെസ് ചെയ്തിട്ട് നമ്മൾ ക്ലയൻസ് ഏജൻസി എന്നുള്ള റിലേഷൻസിൻ്റെ അപ്പുറത്തേക്ക് ഏതൊരു ക്ലയൻറ്റ് ഓൺ ബോർഡ് വരികയാണെങ്കിലും ആ ക്ലയൻറ്റിനെ നമ്മളൊരു പാർട്ട്ണർ അല്ലെങ്കിൽ ബിസിനസ് പാർട്ട്ണർ അസോസിയേറ്റ് എന്നുള്ള നിലയ്ക്കാണ്, നമ്മുടെ സ്വന്തം ബ്രാൻഡ് എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ആ ഒരു ബ്രാൻഡിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ ടീമിനെ ആണെങ്കിലും നമ്മുടെ ഡയറക്ടേഴ്സ് ആണെങ്കിലും അത്രയും ഇമ്പോർട്ടൻസോട് കൂടിയിട്ടാണ് ആ ബ്രാൻഡിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അത് വളരെ നമ്മൾ ഒരു പ്രയോറിറ്റി ആയിട്ട് നമ്മുടെ ഏജൻസിയിൽ നമ്മുടെ വേൾഡ് ഹാപ്പിനെസ് കോഡിൻ്റെ ഒരു വൺ ഓഫ് ദി പ്രൈം പോയിൻ്റായിട്ട് ഫോക്കസ് ആയിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട്. അതിന് നമുക്ക് കഴിയുന്നത് ഒന്നാമത് നമ്മുടെ ടീമിൻ്റെ ഒരു കഴിവും കൂടിയാണ്. ഇപ്പോൾ നേരത്തെ ജിബ്ക പറഞ്ഞ പോലെ തന്നെ ഓരോ പല ഇൻഡസ്ട്രീസിലും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ടാലൻറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസും വരുമ്പോഴാണ് നമുക്ക് ഈ ക്ലയൻറ്റിന് ഇങ്ങനെ ഒരു സർവീസ് കൊടുക്കാൻ കഴിയും. അനിൽജി പറഞ്ഞ പോലെ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു കൺസിസ്റ്റൻസിക്ക് പലരും തെറ്റിദ്ധരിക്കുന്നത് നമ്മൾ പല ഏജൻസി അല്ലെങ്കിൽ പല ഇപ്പോൾ ഇതിൽ മാത്രമല്ല, എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ സോഫ്റ്റ്വെയർ IT മേഖലയിലൊക്കെ ഉള്ള ഇഷ്യൂസാണിത്. ഇതിൻ്റെ ഡയറക്ടർ ബോർഡിൽ 1-2 പേർക്ക് ഭയങ്കര നോളജ് ഉണ്ടാവും, പക്ഷെ അവരൊരു ടീമിനെ ഒരിക്കലും ബിൽഡ് ചെയ്യുന്നില്ല. ഞാൻ മനസ്സിലാക്കിയത് നല്ല നോളജബിൾ ആയിട്ടുള്ള ഒരു കോർ ടീമിനെ നിങ്ങൾ സെറ്റ് ചെയ്തു എന്നുള്ളതാണ് നിങ്ങൾക്ക് ഈ ഡെലിവറി തരാൻ ഹെൽപ്പ് ചെയ്യുന്ന എൻ്റെ ഒരു ഞാൻ ബിസിനസ്സിനെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്ന ആളല്ല. ഞാനും വർക്ക് ചെയ്യുന്നത് നമ്മൾ എന്ന വ്യക്തിയിലല്ല, ഞങ്ങളുടെ ടീമിൻ്റെ സ്ട്രെങ്ത്തിലാണ് റോയൽ ഡ്രൈവ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതേ ഒരു സിമിലർ സ്ട്രാറ്റജി WHSക്ക് ഉണ്ട് എന്നാണ് എനിക്ക് ആ ഇടപഴകലിലൂടെ എനിക്ക് മനസ്സിലാകുന്നത്. തീർച്ചയായിട്ടും ഇതിൽ എന്താ കേസ് വെച്ചാൽ ഇപ്പോൾ ഒന്ന് നമ്മൾ തന്നെ ബിസിനസ്സിൻ്റെ മാനേജ്മെൻറ്റ് ടീമിലുള്ള ആളുകൾ തന്നെ പല ഡൊമൈനിൽ വർക്ക് ചെയ്താണ്. ഇപ്പോൾ അനിൽ ഇൻ്റർനാഷണൽ ഏജൻസീസിൽ വർക്ക് ചെയ്താണ്, ദിലീപ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവരൊക്കെ ഹാൻഡ് ക്രിയേറ്റിലെ ബ്രാൻഡ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഐക്യ ഉണ്ട്, യൂണിലിവർ ഉണ്ട്, എയർലൈൻസ് ഉണ്ട്, സൗദി എയർലൈൻസ്, സിംഗപ്പൂർ എയർലൈൻസ് ഒക്കെ, അങ്ങനെ പല ലീഡിങ് ഗ്ലോബൽ ബ്രാൻഡ്സ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതേപോലെ തന്നെ ഓരോ ഡൊമൈനിലും എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു മിനിമം ഒരു MBA കഴിഞ്ഞ് മാർക്കറ്റിംഗ് നോളജ് ഇല്ലാത്ത ഒരു അക്കൗണ്ട് മാനേജ്മെൻറ്റ് സ്റ്റാഫിനെ ഞങ്ങൾ റിക്രൂട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു ബെനിഫിറ്റ് നമുക്ക് എപ്പോഴും പിന്നെ അത് മാത്രമല്ല, ഓരോ ഏരിയകളിലും ആരാണോ അക്കൗണ്ട് മാനേജ്മെൻറ്റിൽ എക്സ്പേർട്ട് ആയിട്ടുള്ളത്, ക്ലയൻറ്റ് സർവീസിങ്ങിൽ എക്സ്പേർട്ട് ആയിട്ടുള്ളത്, അവരെയാണ് നമ്മൾ എന്ത് ചെയ്യുക ആ ഒരു ടൈപ്പ് ഓഫ് ക്ലയൻസിനെ ഹാൻഡിൽ ചെയ്യാനും നമ്മൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കാറില്ല, റെക്കമെൻഡ് ചെയ്യാറില്ല, ഡെലിഗേറ്റ് ചെയ്യാറില്ല. അപ്പോൾ ഈ ഒരു കേസിൽ വരുന്ന സമയത്ത് ക്ലയൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ നോളജ് ഉള്ള ആളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് ക്ലയൻറ്റിന് എപ്പോഴും ഒരു ഈസിനെസ് ഉണ്ടാവും. മറ്റേത് എപ്പോഴും ഒരു ഡിസ്കംഫർട്ട് ക്ലയൻറ്റിന് എപ്പോഴും ഫീൽ ചെയ്യും. ഇത് മിനിമൈസ് ചെയ്യാൻ ഞങ്ങൾ എപ്പോഴും ശ്രമിക്കാറുണ്ട്. അതിൽ പിന്നെ നിങ്ങളുടെ കോർ ടീമിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഏറ്റവും എന്നെ അട്രാക്ട് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അവിടെ ഫസ്ന ഒരു 6 വർഷമായിട്ട് കമ്മ്യൂണിക്കേഷൻ എന്നായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ടീമിലുള്ള കമ്മ്യൂണിക്കേഷനിലൊക്കെ ഇനീഷ്യേറ്റീവ് എടുക്കുന്ന അവളാണ്. അപ്പോൾ നമുക്കത് ഭയങ്കര കംഫർട്ടാണ്. പല ഏജൻസികളിലും അല്ലെങ്കിൽ നമ്മളിപ്പോൾ പല ആളുകളായിട്ട് പല വെൻഡേഴ്സ് നമുക്കുണ്ട്. 6 മാസം കഴിഞ്ഞാൽ ആ സ്റ്റാഫിനെ അവിടെ കാണാൻ കിട്ടില്ല. അപ്പോൾ അതിൽ വ്യത്യസ്തമായിട്ട് ഒരു സ്റ്റാഫിനെ ഇത്ര വർഷം മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളത് നിങ്ങളുടെ ഒരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതിലൂടെ നമുക്ക് കിട്ടുന്ന ഒരു കംഫർട്ട് എന്താ വെച്ചാൽ, നമ്മൾ 0 തൊട്ട് പിന്നെയും കഥ പറയേണ്ട ആവശ്യമില്ല. ഇവർക്ക് 5 വർഷം 6 വർഷമായിട്ട് നമ്മൾ അത്രയും നോളജബിളാണ്. നമ്മളെന്താ പറയുന്നത്, നമ്മളെ നേച്ചർ എന്താണ്, നമ്മുടെ സ്വഭാവം എന്താണ്, നമുക്ക് എന്താ വേണ്ടതെന്നുള്ളത് പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യാനും ആ കമ്മ്യൂണിക്കേഷൻ ഭയങ്കരമായിട്ട് സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ നിങ്ങൾ കാണുന്ന ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം അതാണ്.